ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ റിലീസ് ചിത്രമാണ് രാവണപ്രഭു. രാവണപ്രഭു ഇന്ന് തകർത്തടിക്കുകയാണ് ബോക്സ് ഓഫീസിലെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. എങ്ങും ടിക്കറ്റ് കിട്ടാനില്ല. കോട്ടയം എടുത്താലും കോഴിക്കോട് എടുത്താലും കാസർഗോഡ് എടുത്താലും ഇനി കൊച്ചി എടുത്താലും തിരുവനന്തപുരം എടുത്താലും തൃശ്ശൂർ എടുത്താലുമൊക്കെ അമ്മാതിരി കുലത്തൂക്ക് തന്നെയാണ് സിനിമയ്ക്ക്. ഇന്ന് ഇതുവരെ 318 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അതാണ് ഏറ്റവും ആവശ്യം. അതുപോലെ തന്നെ ലൈക്കുമൊക്കെ ഒന്ന് ചെയ്യണം. 318 ഷോകളിൽ നിന്ന് ഈ ഒരു സിനിമ 30,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് നമുക്ക് 50 ലക്ഷം രൂപയാണ് എന്നുള്ളതാണ്. അതായത് 37% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കളക്ഷൻ 1 കോടി മുതൽ 1,10,00,000 രൂപ വരെ ആയിരിക്കും എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ ഈ ഒരു ട്രാക്കിംഗ് കളക്ഷൻ വന്നിട്ട് ഏകദേശം 6 മണിക്കൂറെങ്കിലും കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത്രത്തോളം ഡിഫറൻസാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ഇന്ന് നമുക്ക് ഏത് തിയേറ്ററിൽ നോക്കിയാലും ആർമാദിക്കുന്ന ലെവലാണ്. പ്രത്യേകിച്ച് ഈവനിങ് നൈറ്റ് ഷോസൊക്കെ എങ്ങും തന്നെ ടിക്കറ്റ് ഇല്ലാത്ത ഒരു കാര്യം. മോഹൻലാൽ ഫാൻസിൻ്റെ അഴിഞ്ഞാട്ടം തിയേറ്ററിൽ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, എന്താണ് ഫാൻസ് പവർ, എങ്ങനെയാണ് ഫാൻസിനോട് ചേർന്ന് നിൽക്കുന്നത് മോഹൻലാൽ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തീ പോലെ പറ്റില്ല എന്നുള്ളത്. ഇത് ഒരു തിയേറ്ററോ 2 തിയേറ്ററോ 10 തിയേറ്ററോ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. കേരളത്തിലുള്ള ഒരുപാട് തിയേറ്ററുകളിൽ ഒരേ സമയം മൾട്ടിപ്പിൾ ഷോസിന് ആളുകൾ ഇടിച്ചു കയറുന്നു, അത് ആഘോഷമാക്കുന്നു. വെറുതെ സിനിമ കണ്ട് കൈയടിച്ച് പോകുന്ന ആൾക്കാരല്ല, അവർ ആഘോഷിച്ചിട്ടാണ്, അവർ ആഘോഷ രാവുരുക്കി. ഇന്നലെ എറണാകുളം കവിതയിലെ തിരക്ക് ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ്. അതുമാത്രമല്ല, തിയേറ്ററിൽ പാട്ട് വരുമ്പോൾ ആഘോഷിക്കുന്നത്, തുള്ളലുകൾ, അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു സിനിമ എത്രത്തോളം എൻജോയ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മോഹൻലാൽ ഫാൻസ് കാണിച്ചു തരികയാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, കേരളത്തിലെ ഏറ്റവും വലിയ ഫാൻസ് എന്ന് പറയുന്നത് അത് മോഹൻലാൽ ഫാൻസ് തന്നെയാണ്. അവരുടെ ഒരുമ തന്നെയാണ് ഇതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. ഈ ഒരു സിനിമ 2001 പുറത്തിറങ്ങുമ്പോൾ ഇതിൻ്റെ ഡയറക്ടറോ ഇതിൽ അഭിനയിച്ച മോഹൻലാൽ പോലുമോ ചിന്തിച്ചിട്ടുണ്ടാവില്ല 2025 ഇത് ഇമാതിരി തീ പോലെയാകുമെന്നുള്ളത്. പക്ഷേ അവരാരും ചിന്തിച്ചില്ലെങ്കിലും ഓരോ മലയാളി മാത്രമല്ല, അന്യഭാഷയിലുള്ളവർ പോലും ചിന്തിക്കുകയാണ് മോഹൻലാലിൻ്റെ ആ ഒരു എനർജറ്റിക് പെർഫോമൻസിൻ്റെ. 100 ദിനങ്ങളിലോടിയ ഈ ഒരു സിനിമ അന്നത്തെ ഇയർ ടോപ്പർ കൂടി തന്നെയായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു സിനിമ അടിച്ച് പൊളിച്ചുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററുകളിൽ തീ പടർത്തിക്കൊണ്ട് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെയാണ് ഇന്ന് സിനിമ കണ്ടിട്ടുള്ളത്? നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം.